വിളയിൽ ജോസഫ് റോഡിലാണ് തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. അല്പസമയം മുൻപാണ്, അതായത് ഏകദേശം ഒരു അരമണിക്കൂർ മുൻപാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത് എന്ന പ്രാഥമികമായിട്ടുള്ള ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതൊരു പ്രിന്റിംഗ് പ്രസ്സാണ്. ഈ പ്രിന്റിംഗ് പ്രസ്സിലാണ് തീപിടുത്തം ഉണ്ടായത്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇവിടെ ജീവനക്കാരും തന്നെ ഉണ്ടായിരുന്നില്ല. ഇത് അടച്ചിട്ടതായിരുന്നു. അതിനിടയിലാണ് ഇത്തരത്തിൽ പെട്ടെന്ന് ഈ തീപിടുത്തം ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഈ കെട്ടിടത്തിന്റെ ഒരു ഭാഗമാണ്. ആ ഭാഗത്താണ് തീപിടുത്തം ഉണ്ടായത് എന്നുള്ള കാര്യമാണ് ഇവിടെയുള്ള ദൃക്സാക്ഷികൾ, അതായത് സമീപ പ്രദേശത്ത് താമസിക്കുന്ന ആളുകളൊക്കെ തന്നെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ഈ കെട്ടിടത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കൂടി ഈ തീ പടർന്നിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാരണം മുഴുവനായിട്ടും ഈ പേപ്പർ കെട്ടുകളാണ്. ആ പേപ്പർ കെട്ടുകൾക്കാണ് തീപിടുത്തം ഉണ്ടായത്. മാത്രമല്ല വലിയ രീതിയിൽ പുക ഉയരുകയും ചെയ്യുന്നുണ്ട്. ഉൾഭാഗങ്ങളിൽ ഇപ്പോഴും തീ കത്തുന്നുണ്ട് എന്നുള്ളതാണ്. കൂടാതെ ഒരുപാട് AC ഉൾപ്പെടെയുള്ള അതിന്റെ സംവിധാനങ്ങളൊക്കെ തന്നെ ഇവിടേക്ക് പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഒന്ന് രണ്ട് പൊട്ടിത്തെറികൾ കേട്ടു എന്നുള്ളത് ഈ പ്രദേശവാസികളൊക്കെ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഈ AC പൊട്ടിത്തെറിച്ചതാകാം എന്നുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള വിലയിരുത്തലാണ്, അല്ലെങ്കിൽ നിഗമനമാണ് ഇപ്പോൾ ഉള്ളത്. പക്ഷേ തീപിടുത്തത്തിന്റെ കാരണം എന്താണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയില്ല. കൂടാതെ ഇത് പല ഭാഗങ്ങളിലായിട്ട് പരന്ന് കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായിട്ടുള്ളത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ഇതിന്റെ ഉൾവശത്തേക്ക് പോകുന്ന ഘട്ടത്തിൽ ഇപ്പോഴും തീ ചിലയിടങ്ങളിൽ ആളി കത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത് ഷീറ്റാണ്, പൂർണ്ണമായിട്ടും ഷീറ്റാണ് ഈ കെട്ടിടം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചൂട് കൂടുതലായിട്ട് ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് ഏത് സമയവും ഇത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാനുള്ള ഒരു സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരത്തിൽ നമുക്ക് ഒരുപക്ഷെ കൂടുതൽ പ്രതികരണങ്ങളിലേക്ക് പോകാം എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. കാരണം ആളുകൾ, ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ തന്നെ പറയുന്നുണ്ട് ഇത് എന്താണ് സംഭവിച്ചത് എന്ന കാര്യം. ഇവിടെ ഉണ്ടായിരുന്ന ആളുകൾ ഒക്കെ തന്നെ പറയും. കാരണം അല്പസമയം മുൻപാണ് ഈ സംഭവം നടക്കുകയും ചെയ്യുന്നത്. ഇത് എത്ര മണിക്കാണ്? ഏകദേശം എത്ര മണി? 1 മണിക്ക്. 1 മണി. ശരിക്കും എന്ത് സ്ഥാപനം സംഭവിച്ചത്? ഇതിൻ്റെ കമ്പനി ആണ്. ഇപ്പോൾ വീട്ടുകാരൊക്കെ ഇവിടെ ഓടുന്നുണ്ടപ്പോൾ ഞാൻ വന്ന് നോക്കുമ്പോൾ ഇവിടെ പുക വന്നാക്കി നോക്കി കത്തിന്. അപ്പോൾ ഇവിടെ അപ്പോൾ അറിയുന്നത് ഈ ഭാഗത്താണ്, നമ്മളിപ്പോൾ നിൽക്കുന്ന ഭാഗത്താണ് ആദ്യം പുക വരുന്നത്. ആദ്യം പോയത് ഇവിടെ തന്നെ, ഈ ശരീരം തന്നെ. അതിനിപ്പുറത്താണ് ഇപ്പോൾ സംഭവിച്ച് പോകാണ്ട്. ഇപ്പോൾ വേറൊരാൾ ചങ്ങായിൻ്റെ ഇവിടെ നിൽക്കുന്നത്, ഇവിടെയുള്ള ഒരു കണ്ടു പറഞ്ഞപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ പുറത്തുണ്ടായിരുന്നു. ഉണ്ട്. അതെ, അത് ഒരു പുറത്തൊക്കെ വന്നിട്ട് പറഞ്ഞത്. അപ്പം ഇത് അടച്ചിട്ടതായിരുന്നു. അടിച്ചിട്ട് ഇവിടെ ഞായറാഴ്ച ഇവിടെ തൊക്കില്ല, ലീവ് തന്നെയാണ്. സെക്യൂരിറ്റി ഇവിടെ ഉണ്ടാവുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പോകേണ്ടപ്പോൾ ഇപ്പോൾ വിളിച്ച് പറഞ്ഞാണ് ഇവിടെ അടുത്തുള്ള അടിച്ച് ഇവിടെ ഉണ്ടാവുന്നുണ്ട്. നാട്ടുകാരാണ് ഇത് കണ്ടത്, പുക ഉയരുന്നത്. അതെ അതെ, അതാണ്, ഈ നാട്ടുകാരാണ് ഈ പുക ഉയരുന്നത് കണ്ടിട്ടുള്ളത്. അങ്ങനെ നാട്ടുകാർ ഇവിടേക്ക് വന്ന് നോക്കുന്ന സമയത്താണ് ഇതിൻ്റെ ഉള്ളിൽ, അതെ, ഇപ്പോഴും ഉള്ളിൽ വലിയ രീതിയിൽ തീ ആളി കത്തുന്ന സാഹചര്യമുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. കാരണം ഉള്ളിൽ ഇപ്പോഴും തീ കത്തുന്നുണ്ട്. എന്തായാലും 3 യൂണിറ്റ് ഫയർഫോഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ നേതൃത്വത്തിൽ ഈ തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്.